ഇതാണ് സെഷൻ. ലെൻസ് എൻഹാൻസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൻ്റെ ബേസിക് മെറ്റീരിയൽ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതില്ലാതെ ലെൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സ് വേറെ, അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് എല്ലാം വേറെ. അതിനേക്കാൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈലുണ്ട്. എന്താണ് ഈ മൊബൈലിൻ്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്? ഫോൺ അറ്റൻഡ് ചെയ്യുക, ഫോൺ കട്ട് ചെയ്യുക എന്നുള്ളതല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ മൊബൈൽ എന്തിനൊക്കെ നമ്മൾ ചെയ്യുന്നത്? ഫോട്ടോ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ നമ്മളെ മെയിൽസ്, എവറിത്തിങ് ഈസ് ഡൂയിങ് ഫോണിലല്ലേ ചെയ്യുന്നത്. വേണമെങ്കിൽ ഫോൺ വിളിക്കുകയും ചെയ്യാം അല്ലേ. ആ ഒരു അവസ്ഥയിലെത്തി. അതായത് പ്രൈമറി ധർമ്മം എന്ന് പറയുന്ന സാധനം ഒരു തേർഷ്യറിയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴത്തെ ടെക്നോളജിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ് ഇതേ സെയിം തിങ് നമുക്ക് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ കൊടുത്താൽ ഒരുപാട് ബെനിഫിറ്റ്, ഞാനത് പറയാം. ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, ഹൈഡ്രോഫോബിക് കോട്ടിംഗ്, ആൻറ്റി സ്റ്റാറ്റിക് ട്രീറ്റ്മെൻറ്റ്, ബ്ലൂ കട്ട് ട്രീറ്റ്മെൻറ്റ്, ആൻറ്റി ഫോഗ്, ഫോട്ടോക്രോമിക്സ് ആൻഡ് പോളറൈസ്ഡ്. 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ലെൻസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതേ സ്ലൈഡിൽ വെറും 4 ഹെഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സത്യസന്ധമായിട്ട് പറയണം, ആദ്യത്തെ 2 ഹെഡിങ്ങും അവസാനത്തെ 2 ഹെഡിങ്ങും മാത്രം. പിന്നീട് കാലങ്ങൾ ഇങ്ങനെ കൈയല്ലേ, ഓരോരോ ടെക്നോളജീസ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്യും. അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ല, അത് ആഡ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ഇടയിൽ ഇങ്ങനെ ചീരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ഇത്രയും വലുതായത് ഈ സ്ലൈഡ്. നമുക്കിത് ഓരോന്നും വേഗം പറഞ്ഞു പോകാം.